ടോയ്ലറ്റ് പോകാനുള്ള എമർജൻസി 28,000 രൂപ അടച്ചിട്ടുണ്ട്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ബസ്സിനല്ല വെക്കുന്ന മത്താപ്പ്. എന്താ എന്റെ ഉദ്ദേശം? എന്റെ ഫലമൊക്കെ നീ അനുഭവിക്കേണ്ടി വരും. പെണ്ണെ നീ നിർത്തിക്കോ. ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. എന്തോന്ന് അടവ് ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? വണ്ടി നേരെ സ്റ്റേഷനിലേക്ക് വിട് ഭാസ്കർ. ഇയാൾക്ക് പ്രതികരിക്കണത്രേ. ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ആ ഇരിക്കുന്ന കൊമ്പ് വെട്ട്. KSRTC ബസിന്റെ ചില്ല് അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതികരണവുമായി യുവതി രംഗത്ത്. അത്യാവശ്യമായി ശുചിമുറിയിൽ പോകേണ്ട അവസ്ഥയുണ്ടായി. ബസ് നിർത്താൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ജീവനക്കാർ ചെവിക്കൊണ്ടില്ലെന്നും യുവതി പറയുകയാണ്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എമർജൻസി സിറ്റുവേഷൻ വന്ന സമയത്ത് ലുലുവിൻ്റെ സൈഡിൽ നിർത്തി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ലുലുവിൽ അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. പുലിവാലാക്കിയത് നീയല്ലേ? ബസ്സിൻ്റെ അവിടെ നിർത്തി തരും, അതൊരു സ്റ്റോപ്പാണല്ലോ, അങ്ങനെ നിർത്തി തരാൻ പറ്റുമോ? അപ്പോഴും പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് എമർജൻസി സിറ്റുവേഷനിൽ പറ്റിപ്പോയിട്ടുള്ളൊരു അബദ്ധമാണ്. അപ്പോൾ അതിനുള്ള ഫൈനും ഞാൻ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. എന്റെ രൂപ 25,000 പോയത്. വേറൊരു സപ്പോർട്ട് ഇല്ലാത്തൊരു രീതിയിലാണ്. അപ്പം നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ട്രിഗർ ആയിട്ട് എന്താണെന്നുള്ളൊരു ഇതിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു പാനിക് ഫ്രസ്ട്രേഷനിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ്. KSRTC കുറിച്ച് വലിയ കംപ്ലൈന്റ് ആയിരുന്നല്ലോ. പിഴയടയ്ക്കാൻ വിധി വന്നപ്പോ മനസമാധാനായില്ലേ? എത്ര രൂപ അടച്ചു? 28,000 രൂപ. 28,000 രൂപ അടച്ചിട്ടുണ്ട്. 25,000 രൂപ സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. വരട്ടെ. എനിക്ക് വേണ്ട.